ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. വീട്ടിലൊരു ബിരിയാണി ഉണ്ടാക്കി. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കിയ ബിരിയാണിയാണ്, ഒരു തട്ടിൽക്കുട്ടി ബിരിയാണിയാണ്. വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് തയ്യാറാക്കിയതാണ്. അപ്പോൾ അത് എൻ്റെ വിശേഷങ്ങളെല്ലാം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അത് ഫുള്ളും എനിക്കത് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്ക് പാചകവും വീഡിയോ എടുക്കലും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് മൊത്തം ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ ഞാൻ എടുത്തതെല്ലാം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെയാണ് ആദ്യമേ തയ്യാറാക്കുന്നത്. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയും ഉള്ളിയൊക്കെ വറുത്തെടുത്ത എണ്ണയിൽ തന്നെയാണ് ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളിയും തൈരും ഇതിനാവശ്യമായിട്ടുള്ള പച്ചമുളകൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള മസാലകളൊക്കെയാണ് ഒരു 3 സ്പൂൺ മല്ലിപ്പൊടിയും 1.5 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 സ്പൂൺ മസാലപ്പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി നല്ലതുപോലെ വഴണ്ട് വന്നതിന് ശേഷമാണ് ഞാൻ മസാലയും ആ തക്കാളിയും തൈരും എല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ലതുപോലെ വഴറ്റിയെടുക്കും. മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി ഇളക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കുകയാണ്. ആ ചിക്കനിലേക്ക് മസാലയെല്ലാം പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു. ഞാൻ ആദ്യമേ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തില്ല കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചു. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക്, ഒന്ന് ആവി കയറി വരുമ്പോഴത്തേക്കാണ് ഞാൻ ഒരു 1/2 കപ്പ് ചൂടുവെള്ളമാണ് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ആ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ മസാലകളൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഞാൻ ആ നെയ്ച്ചോറിനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് കരുതി. പെട്ടെന്നൊരു നെയ്ച്ചോറ് റെഡിയാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പട്ടയും ഗ്രാമ്പും ഏലക്കയും വൈനയിലേക്ക് എടുത്തു വെച്ചു. പിന്നെ ക്യാരറ്റും ക്യാബേജും സവാളയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഒരു അടുപ്പിലേക്ക് പാത്രം വെച്ച് കൊടുത്ത് നെയ്യ് ഒഴിച്ചു കൊടുത്ത് പിന്നെ പട്ടയും ഗ്രാമ്പും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവാള ഇട്ട് കൊടുത്തു. അത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ കഴുകി വെച്ചിരിക്കുന്ന അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കുകയാണ്. ആ നെയ്യിൽ തന്നെയാണ് ആ അരിയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത്. നല്ല ചൂട് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നടച്ചു വെച്ചു. അപ്പോൾ നെയ്ച്ചോറൊക്കെ ഇവിടെ നിന്ന് റെഡിയായി വരട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാലകളൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ റെഡിയായി വരുന്നുണ്ട്. ഇതിനിടയിൽ എനിക്ക് ദമ്മിടുന്നതൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ചോറൊക്കെ വെന്തതിന് ശേഷം പിന്നെ ലാസ്റ്റ് ദമ്മിട്ടതിൻ്റെ മാത്രമാണ് ഇത് കാണിക്കാൻ പറ്റിയത്. അപ്പോൾ ഇത് കുഞ്ഞൊരു വീഡിയോ ആണ്, ഫുള്ള് റെസിപ്പി ഒന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക്